എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളിന്നിവിടെ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. നമ്മളിന്നിവിടെ ഒരു നാടൻ കോഴിക്കട്ടയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കോഴിക്കട്ട സാധാരണ നമ്മൾ തേങ്ങാപ്പീരയും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പീരയും ശർക്കരയും ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. നമ്മളിന്നിവിടെ ഒരു തേങ്ങാപ്പീരയും ശർക്കരയും ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഴിക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോഴിക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ കളറിലെ റൈസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ തേങ്ങയ്ക്കകത്ത് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 4-5 ഏലക്ക, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു ചെറിയ പീസ് ചുക്ക്, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. സാധാരണ നമ്മൾ ഉണ്ട ശർക്കര ആക്കി വെച്ചാണ് ഞാനിവിടെ സാധാരണ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു 100% നാച്ചുറലായിട്ടുള്ള ഒരു ഇങ്ങനെ ഈ രീതിയിലുള്ള ശർക്കര കിട്ടി. അപ്പോൾ ഈ ഒരു ശർക്കരയും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കോഴിക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനിയും ഈ കോഴിക്കട്ട ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഫില്ലിങ് നമുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം, ഏലക്ക, ചുക്ക്, ഇതിൻ്റെ മിക്സ് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഈ മിക്സ് റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഇപ്പോൾ അരിപ്പൊടിയിൽ നമ്മൾ പിന്നെ പൊടിച്ചു വെച്ചിരുന്ന ആ ഏലക്കായും ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നമുക്കൊരു 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ആ മാവിൻ്റെ അകത്തും ഈ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ് ഈ 1 ടീസ്പൂൺ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിവിടെ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് വേണം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കോഴിക്കട്ടയുടെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളകളാക്കി അതിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ നല്ല ഓരോ വലിപ്പത്തിൽ, അതായത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമ്മളിങ്ങനെ ബോളുകളാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ബോള് ഇങ്ങനെ ഒന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം. നമുക്കിതിൻ്റെ ഈ ഒരു രീതിയിലാക്കിയിട്ട് ഇതിലാണ് നമ്മൾ ഫില്ലിങ് നിറച്ചെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മളാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിൻ്റെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടോ ബദാമോ ഒക്കെ ഇടാവുന്നതാണ്. കണ്ടോ, ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം. മാവ് എല്ലാം നമ്മളിങ്ങനെ ഓരോ ബോളുകളാക്കി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇഡ്ഡലിപ്പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ഓരോ ബോളുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടില്ല, വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊരു ചെറിയ തീയിൽ നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കോഴിക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. 4 മണിക്ക് നല്ല ചായയുടെ കൂടത്തിൽ ഒക്കെ കഴിക്കാൻ നല്ല ഒരു ഹെൽത്ത്ഫുള്ളായിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ കഴിക്കുന്നതിലും ബെറ്റർ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.